ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. ഇതേ 4:56 എന്നെ ചങ്ങനാശ്ശേരി ഞാൻ നിൽക്കുന്ന സ്റ്റേയിൽ നിന്ന് മിസ്റ്റർ അമൽ ഡ്രൈവർ അമൽ പിക്ക് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഒരു അരമണിക്കൂർ പോസ്റ്റ് ആക്കിക്കൊണ്ട് നമ്മുടെ അജൂബ് ഷാനെ പിക്ക് ചെയ്തിട്ടുണ്ട്. അജൂബ് ഷയ്ക്ക് പേടിയാണ് ഞാനിപ്പോൾ ക്യാമറ എടുക്കുമ്പോൾ, ബിക്കോസ് അവൻ്റെ ഉറക്കത്തിൻ്റെ വീഡിയോസ് എല്ലാം ഇവിടെ ലീക്കായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ അപ്പുറ സൈഡിലോട്ടൊക്കെ വന്നിട്ട് ഒളിച്ചു കയറാമെന്ന് വിചാരിച്ചു, ബട്ട് ഞാൻ വിടില്ല. ചങ്ങനാശ്ശേരി ടു ട്രിവാൻഡ്രം ആണ് നമ്മൾ പോകുന്നത്. അതായത് ഇന്ന് നമുക്ക് സൂര്യ ടിവിയുടെ കേരളപ്പിറവി സ്പെഷ്യൽ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീഡിയോ ഷൂട്ട് ഉണ്ട്. അപ്പം നമുക്ക് സ്കെഡ്യൂൾ ടൈമിൽ ബ്രേക്ക് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. എനിക്ക് മാത്രമേ ബ്രേക്ക് ഉള്ളൂ, ഇവന് ബ്രേക്ക് ഇല്ല. ഇതേപോലെ ഒരുപാട് എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വരുന്നതായിരിക്കും, നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം ഗൈസ്. നമ്മുടെ അജൂബ് ഷയുടെ സുന്ദരമായ ഉറക്കം. എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ ഉറക്കത്തെ? ശാന്തമായ ഉറക്കവും ഇത്രയും സ്റ്റൈലായിട്ട് ഉറങ്ങുന്ന ഒരാൾ ആദ്യമായിട്ട്. അങ്ങനെ നമുക്ക് അവിടെ 8:30 എത്തണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പക്ഷേ അവിടെ 8 മണിക്ക് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എത്തി. ഇത് നമ്മുടെ സ്വന്തം ഡിഗു സാറാണ്, നമ്മുടെ ഡയറക്ടർ സാറാണ്. റെറ്റിന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റുഡിയോയിലാണ് നമുക്ക് ഷൂട്ട് വരുന്നത്. ഇതാണ് ഒരു ഗ്രീൻ മാറ്റ് സ്റ്റുഡിയോ ഫ്ലോർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് മേക്കപ്പും ഡ്രസ്സേജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഞാൻ അവിടുത്തെ ചേട്ടനെ കൊണ്ട് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ വാഷ്റൂമിൽ പോകണമായിരുന്നു. പിന്നെ എൻ്റെ ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ വാഷ്റൂം ചെറിയൊരു വാഷ്റൂം ആയപ്പോൾ അവർ നമ്മളെ വേറൊരു ഫ്ലാറ്റിലോട്ട്, അവിടെ തന്നെ ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നല്ല സൗകര്യമുള്ളൊരു ഫ്ലാറ്റായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ചെറുതായിട്ട് മിറർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഗൈസ്, മിറർ സെൽഫി ഞാൻ എടുത്തുകൊണ്ടിരിക്കും. വാഷ്റൂമിലൊക്കെ പോയി നന്നായിട്ട് ഫ്രഷായി. പിന്നെ ഫുഡും അവിടെ തന്നെ ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് ഇങ്ങോട്ടേക്ക് എടുത്ത് മസാല ദോശയായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഫുഡ് കഴിച്ചു. അജൂബ് പണ്ടേ ഫുഡ് കഴിച്ചായിരുന്നു, കാരണം അവന് വിശപ്പ് എന്ന് പറയുന്ന സംഭവം അവന് വെയിറ്റ് ചെയ്ത് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ തന്നെ ഫ്ലോറിലിരുന്ന് ഫുഡ് കഴിച്ചു. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഫേസൊക്കെ ഒന്നും കൂടി ടച്ച് ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എൻ്റേതായിട്ടുള്ള മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് വീണ്ടും ഫ്ലോറിലോട്ട് പോവുകയാണ്. 8:30 നമുക്ക് ശരിക്കും ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചങ്ങനാശ്ശേരി നിന്നായ കാരണം ലേറ്റ് ആവും എന്ന് വിചാരിച്ച് അവർ ഫസ്റ്റ് കോൺസ്റ്റബിൾ മഞ്ജു ടീമിനെ വെച്ചായിരുന്നു. ബട്ട് എനിക്ക് മാത്രമാണ് ഇന്ന് ഷൂട്ടില്ലാതെ. തിരിച്ചു പോയിട്ട് നമ്മുടെ സ്വന്തം അജൂബ് ഷയ്ക്ക് ഷൂട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞത് പുലർച്ചെ 4 മണിക്ക് കാറ് വരും, ഇറങ്ങണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് ഉറങ്ങണം, കാരണം നമുക്ക് ഹെക്ടിക് സ്കെഡ്യൂളാണ്, ഹെക്ടിക് ഷൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ടയേർഡാണ് കേട്ടോ. ഈ പറയുന്ന 4:50 തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ 8 മണിക്ക് മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ 4 മണിക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ വന്ന് ഇവിടെ എന്ത് ചെയ്യാനാണെന്ന് അറിയില്ല. ഈ ഒരു കളർ പാറ്റേൺ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വൈറ്റ്, ബീജ്, ഷാമ്പയിൻ കളർ, ഇതുപോലത്തെയൊക്കെ കളറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സാരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയും ബ്ലൗസും നമുക്ക് തന്നിരിക്കുന്നത് i3 അറ്റേഴ്സ് ആണ്. എൻ്റെ ഇപ്പോഴത്തെ കുറച്ച് സാരീസും ബ്ലൗസസും ഡ്രസ്സസും എല്ലാം ചെയ്യുന്നത് i3 അറ്റേഴ്സും ലക്ഷ ഡിസൈൻസും ആണ്. അപ്പോൾ മെജോറിറ്റി ഡ്രസ്സസും i3 അറ്റേഴ്സ് ആണ് ചെയ്യുന്നത്. ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ നമ്മൾ ക്യാരക്ടറിന് ചെറുതായിട്ട് വിട്ടുപോയെന്നൊരു പോലെ തോന്നുന്നു. ഒരു കലക്ടറിൻ്റെയോ അല്ല ചെയ്യുന്ന എന്താ ഒരു ടീച്ചറിൻ്റെ ഒക്കെ ഒരു ലുക്ക് പോലെ എനിക്ക് തോന്നി. നമ്മളവിടെ തിരിച്ചെത്തിയപ്പോഴേക്കും കോൺസ്റ്റബിൾ മഞ്ജു ടീമിൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ തീരാറായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഹെയറൊക്കെ ചെയ്തു. അജൂബിന് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ 2 മിനിറ്റ് മതിയല്ലോ, അവിടെ ബാക്കിൽ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഒരു മൂഡിന് വേണ്ടിയിട്ട് നല്ല പാട്ടൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നരിവേട്ട മൂവിയിലെ മിന്നൽവള സോങ്ങൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൊറിയോഗ്രാഫറൊക്കെ ഉണ്ട്. ഷൂട്ട് നല്ല അടിപൊളിയായിരുന്നു, പെട്ടെന്ന് തീർന്നായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് 11 മണിയാകുമ്പോഴേക്ക് റിട്ടേൺ തിരിച്ച് പോകണമായിരുന്നു, കാരണം ഇവന് ഷൂട്ടുള്ള കാരണം. പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം ഡിഗോ സാറ്. നമ്മുടെ പ്രൊമോസൊക്കെ, അതായത് മെജോറിറ്റി നമ്മുടെ സൂര്യ ടി വിയിലത്തെ പ്രൊമോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഡിഗോ സാറാണ്. നമ്മുടെ പെയ്തൊഴിയാതെ സീരിയലിൻ്റെ പ്രൊമോയും ഷൂട്ട് ചെയ്തിരിക്കുന്ന ഡിഗോ സാറാണ്. സാറ് ഭയങ്കര കംഫർട്ടബിളാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് സീരിയലിലത്തെ എനിക്കൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ബോഡി ഷേമിങ്ങും എന്നെ ഭയങ്കരമായിട്ട് മാനസികമായി പീഡിപ്പിച്ചിരുന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സാർ തങ്കം സാർ എന്ന് പറയണ പോലെ. അതിനുശേഷം വന്ന ഡയറക്ടേഴ്സൊക്കെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കൊറിയോഗ്രാഫർ ചേട്ടനാണ്. ആളാണ് നമുക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നത്.
അങ്ങനെ കൃത്യം 12 മണിക്ക് നമ്മുടെ ഷൂട്ട് തീർന്ന് നമ്മൾ അവിടുന്ന് റിട്ടേൺ ചങ്ങനാശ്ശേരി പോവാണ്. ഷൂട്ട് അവസാനിച്ചിരിക്കുകയാണ് ഗായ്സ്. 4 മണിക്കൂർ പോസ്റ്റായി. മിസ്റ്റർ അമൽ അക്രൂ അജൂബ് ഷായ്ക്ക് ഷൂട്ടുണ്ട് ഗൈസ്. എനിക്ക് ഷൂട്ടില്ല, ഞാൻ പോയിട്ട് കിടന്ന് ഉറങ്ങും. അജൂബ് ഷാ നൈറ്റ് ഫുള്ളും ഷൂട്ട്. അങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട് അജൂബ് ഷാ? കുഴപ്പമില്ലായിരുന്നു മീൻസ് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഷൂട്ടില്ല നമ്മുടെ ഫോട്ടോഷൂട്ട്. നിനക്കൊക്കെ വേറെ നായകന്മാര് വരുമ്പോഴാണ് എന്റെ വില മനസ്സിലാക്കുള്ളൂ. ഇവരൊക്കെ എന്റെ വില മനസ്സിലാക്കിയിരിക്കുന്ന ആൾക്കാരാണ്. ആണോ അല്ലേ? അതെ അതെ ഗൈസ്. ഇതിന് ശേഷം ഞാൻ ഇവൻ ഊർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ശരിയൊക്കെ തരാം. വേണോ വേണ്ടേ? നീ സത്യം പറ. ഞാൻ കൂർക്കം വലിക്കാറില്ല. ഇല്ല. ഇവിടെ 3 വീഡിയോസ് ഉണ്ട് ഗൈസ്, പുറകെ വരുന്നതായിരിക്കും. പണ്ട് രാഹുൽ സുരേഷ് പോലെ ഇപ്പോൾ എൻ്റെ ഈര അജൂബ് ഷായാണ്. അവൻ ഉറങ്ങുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങളുടെ എന്താ പറയുക ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് നാറ്റിക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ ഹോബി. അതിനുശേഷം നമ്മൾ വരുന്ന വഴിക്ക് വഴിയോരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ ഫസ്റ്റ് ടൈമാണ്, ബട്ട് ഇവരൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. അജൂബ് ഷാ വിശുമ്പ് തളർന്നുറങ്ങുന്ന വീഡിയോ ആണ് ഞാൻ. നമ്മൾ വഴിയോര ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. അവിടെ നമ്മൾ ഒരു ഉച്ച സമയത്താണ് എത്തിയിരിക്കുന്നത്. ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ഭയങ്കര തിരക്കാണ്. സീറ്റ് തന്നെ കിട്ടിയത് എന്തോ വലിയ ഭാഗ്യം. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വരുന്ന ഷോപ്പാണ്. പിന്നെന്താ, ഏത് സെലിബ്രിറ്റീസാണെന്ന് വെച്ചെങ്കിലും ക്യൂ നിന്നിട്ട് തന്നെയാണ്. അല്ല വെച്ചെങ്കിൽ അത്രയും തിരക്കിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അവിടെ ഫുഡൊക്കെ കിട്ടുള്ളൂ. ഒരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ. മീൽസ് എനിക്ക് തോന്നുന്നു 130 രൂപയാണ് മീൽസ് മാത്രം വരുന്നത്, നോർമൽ മീൽസ്. നമുക്കതിൻ്റെ കൂടെ വേണമെങ്കിൽ ഫിഷ്, ചിക്കൻ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാൻ പറ്റും. നമ്മൾ 3 പ്ലേറ്റ് ഫിഷാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മറ്റേ കുഞ്ഞി മീനുണ്ടല്ലോ, കിളിമീനാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അമൽ ഓർഡർ ചെയ്തത് കണവയാണെന്ന് തോന്നുന്നു. പിന്നെ അജൂബ് ഓർഡർ ചെയ്തത് അയിലയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ, നമുക്കൊക്കെ ഫിഷ് കിട്ടുമ്പോൾ കുഞ്ഞൊരു പ്ലേറ്റിലാണല്ലോ കിട്ടുക. ഇത് വലിയൊരു പ്ലേറ്റിൽ ഒരു ലോഡ് ഫിഷ്. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ വാങ്ങിച്ച കിളിമീൻ വേസ്റ്റായി പോയായിരുന്നു. വേസ്റ്റാക്കാൻ നല്ല വിഷമമുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ അത്രത്തോളം ഫുഡ് അങ്ങനെ കഴിക്കുന്നൊരു ടൈപ്പും അല്ല. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ട്രൈ ചെയ്തു വെച്ചെങ്കിലും എന്നിട്ടും നമുക്ക് ബാക്കി വന്നു. പക്ഷെ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. നമുക്ക് മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. അഫോർഡബിൾ ആണ്, അധികം വലിയ പ്രൈസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അയില തന്നെ ഒരു 3 പീസ് അയില, വലിയ അയിലകളായിരുന്നു. എനിക്ക് തോന്നുന്നു 130 രൂപ എത്രയായിരുന്നു തോന്നുന്നു. കിളിമീനി ആണെങ്കിലും 120 റുപ്പീസാണ് വരുന്നത്. പിന്നെ കണവ മാത്രമാണ് ഒരു 220 റുപ്പീസ് വന്നിട്ടുള്ളൂ. പിന്നെ അത് അത്ര എമൗണ്ട് വർത്തുണ്ട് എന്ന് അറിയാം. പിന്നെ എനിക്ക് ഫിഷ് അത്ര താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. ഫിഷ് ആണെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ചാള വറുത്തതും അതേപോലെ തന്നെ ഈ കിളിമീനും മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കണവ തന്നെയല്ലേ ഇത്? ഓക്കെ, അത് അജൂബാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇത് കിളിമീൻ, ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ അയിലയും കണ്ടില്ലേ, നല്ല വലിയ അയിലകളാണ്. പിന്നെ മീൽസിൻ്റെ കൂടെ നമുക്ക് കപ്പയും കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ഏത് കറി വേണമെങ്കിലും അവർ എക്സ്ട്രാ വന്ന് തരുന്നതാണ്. എന്തായാലും അവന്മാർ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു. ടോട്ടൽ ബില്ല് ഒരു 3 പേർക്കും കൂടി 800 സംതിങ് എത്രയോ വന്നുള്ളൂ. ഇത്രയും ആൾക്കാരുണ്ടല്ലേ? അല്ല, കടയ്ക്ക് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ ഗൈസ്. കടയ്ക്ക് പ്രൊമോഷൻ ആവശ്യമൊന്നുമില്ലെന്ന്. ഇത് വേറെ ആൾക്കാരുടെ ആണല്ലേ? അടിപൊളി ഫുഡായിരുന്നു ഗൈസ്, നല്ല ഊണ്. എല്ലാം കൂടി 899 റുപ്പീസ് നമുക്ക്. വണ്ടി ഇതല്ലേ? എനിക്ക് അജൂബ് ഷാ കിൻഡർ ജോയ് കാണിച്ചു തന്നു ഗൈസ്. എനിക്ക് കിൻഡർ ജോയ് ഭയങ്കര ഇഷ്ടം. അയ്യോ,
അങ്ങനെ തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും ഒരു 5 മണി ടൈം ആയിട്ടുണ്ടായിരുന്നു. അജൂബ് ഷാ നേരെ ലൊക്കേഷനിലോട്ട് പോയി. അപ്പോൾ ഞാനും ശ്രീകുട്ടിയും കൂടിയിട്ട്, അതായത് നമ്മുടെ സ്വന്തം അപർണ ശ്രീകുട്ടി കൂടിയിട്ട് പുറത്തൊന്ന് ഇറങ്ങി. എന്തായാലും ഒരു ദിവസം എനിക്ക് ബ്രേക്ക് കിട്ടിയതാണ്. ആ ബ്രേക്ക് കിട്ടിയ ദിവസം ഷൂട്ടിന് പോവുകയും ചെയ്തു. അപ്പോൾ ചങ്ങനാശ്ശേരി മാർക്കറ്റ് പോകാൻ, ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ മെജോറിറ്റി കടകളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഒരു 2-3 കിലോമീറ്റർ നമ്മൾ നടന്നു. എനിക്ക് നടക്കാൻ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ അവൾക്കും അവസാനം വയ്യാതായി, എനിക്കും വയ്യാതായി. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്മാർട്ട് ബസാർ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് റിലയൻസ് സ്മാർട്ട് ബസാറിൻ്റെ ഒരു കസ്റ്റമറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടേക്ക് പോകാൻ. ഏത് സൂപ്പർ മാർക്കറ്റാണെന്ന് വെച്ചെങ്കിലും എനിക്ക് സ്മാർട്ട് ബസാറും റിലയൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറേ പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ ഇത് നമ്മുടെ അപർണ ശ്രീകുട്ടി ഒരു ബക്കറ്റൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. ഇതും കൊണ്ട് എങ്ങനെ തിരിച്ചു പോകുന്നത് നമുക്ക് ഒരു പിടുത്തമില്ല. അങ്ങനെ ഒരു ലോഡ് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനും അവൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. ബട്ട് ഞാനും വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഒരു ഷോപ്പ് ഹോളിക് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മളൊരു ഓട്ടോ വിളിച്ച് തിരിച്ച് റൂമിലെത്തിയപ്പോൾ ചേച്ചി പറഞ്ഞു പുറത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. ചേച്ചിക്ക് ഇന്നും ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സ്വന്തം ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഷേക്ക് കടയുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ 3 പേരും ഷേക്ക് കുടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഷേക്ക്. മാംഗോ ഷേക്കും ഷവർമ റോളും എൻ്റെ എത്രത്തോളം ഫേവറേറ്റ് ആണെന്ന് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാലോ.